Allahu 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 Allah. Assalamualaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi washabbihi ajma'in. Amma ba'd. അദ്ദാദിലെ ദിക്റുകളുടെ ശ്രേഷ്ഠതകൾ എന്ന വിഷയത്തിൽ 8 ക്ലിപ്പുകൾ ഇതിന്റെ മുമ്പ് വന്നിട്ടുണ്ട്. ആ 8 ഭാഗങ്ങളും കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയും, ഇത് 9ാമത്തെ ഭാഗമാണ്. അദ്ദാദിലുള്ള 9ാമത്തെ ദിക്ർ ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശ്ശർറു ബിമശിയത്തില്ലാഹ് എന്നതാണ്. വളരെ അർത്ഥമുള്ള ഒരു ദിക്റാണ്. ബിസ്മില്ലാഹ് എന്നാൽ അള്ളാഹുവിന്റെ പേര് കൊണ്ട്, അൽഹംദുലില്ലാഹ് അതിനെ സംബന്ധിച്ച് ഇതിന്റെ മഹത്വം പറയുന്ന സമയത്ത് വിവരിക്കും. അൽ ഖൈറു വശ്ശർറു, നന്മയും തിന്മയും, ഒരു മനുഷ്യനിക്ക് വരുന്ന അവൻ തൃപ്തിപ്പെടുന്നതും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെയും ബിമശിയത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ട്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്നാണ് ഈ ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കിതാബുകളും 100 കിതാബിൻ വ 4 കുതുബിൻ, 100 ഏടുകളും 4 കിതാബുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. ചില കിതാബുകളിലൊക്കെ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലതിൽ ഏട് എന്ന്, സുഹഫ് എന്ന് കൊടുത്തതായിട്ട് കാണാം. കിതാബ് 100 കിതാബിൻ വ 4 കുതുബിൻ എന്നായാലും സുഹഫിൻ എന്നായിരുന്നാലും ഇവിടെ അർത്ഥം ഒന്നാണ്. 100 ഏടുകളും 4 കിതാബുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. അലാ സബ്അത്തിൻ മിനൽ അംബിയാ, അംബിയാക്കളിൽ നിന്ന് 7 ആളുകളുടെ മേൽ ഒട്ടാകെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 കിതാബുകളിലായിട്ട്, അഥവാ പരിശുദ്ധമായ ഖുർആൻ, അതേ പ്രകാരം തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഈ 4 കിതാബുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആൻ, ആ 4 കിതാബിലും ഉള്ള മൊത്തം കാര്യങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിഹ, ഖുർആനിലുള്ള ഉള്ളത് മൊത്തത്തിൽ ഫാത്തിഹയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നതിൽ ഫാത്തിഹയിലുള്ള മൊത്തം കാര്യങ്ങളും അല്ലാഹു ഉൾക്കൊള്ളിച്ചു. മാത്രമല്ല എന്നതിലെ ബായിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മളുടെ ദിക്റിൽ നിന്ന് 1ാമത്തെ ദിക്ർ ബിസ്മില്ലാഹ്. ഈ ബിസ്മില്ലാഹ് എന്ന ദിക്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ കിതാബുകളിലും ഏടുകളിലുമുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ബിസ്മില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോ നാം പറഞ്ഞത്. ഇത് ബഹുമാനപ്പെട്ട റംലി ഇമാം ഇവിടുത്തെ നിഹായ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു, ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത് വന്നതായി നമുക്ക് കാണാൻ. അന്നഹു ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ശൈതു ല ഔഖർതു 80 ജമലൻ മിൻ മഅനൽ മാഇ. ലൗ ശൈതു, ഞാൻ ഉദ്ദേശിച്ചാൽ 80 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള അത്രയും ഞാൻ എഴുതി തയ്യാറാക്കി തരും. ബാഇന്റെ മഅനയിൽ നിന്ന്, ബിസ്മിയുടെ എന്നല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ഒരു റിപ്പോർട്ടിലുണ്ട്. ആ ബിസ്മിയിൽ അടങ്ങിയ ബാഇന്റെ അർത്ഥം തന്നെ ഞാൻ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ 80 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടാകും എന്ന്. അപ്പൊ അത്രയും വലിയ മഹത്വമുള്ള കാര്യമാണ് ബിസ്മില്ലാഹ് എന്നത്.
അതേ പ്രകാരം തന്നെ ഇമാം ഖുയ്ത്തി എന്നവരെ അവരുടെ ഫളാഇലു ശഅബാൻ എന്ന കിതാബിൽ വിവരിക്കുന്നതായി കാണാം. അന്നൽ അബ്ദ ഇദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഹംദ് എന്നാണെന്ന് വിവരിക്കൽ അത്യാവശ്യമായി. അതുപോലെ ലില്ല എന്ന് പറയുമ്പോൾ ഇസ്മുൽ ജലീൽ അത് വിവരിക്കണം. അതേ പ്രകാരം ആലമീൻ എന്ന് പറയുമ്പോൾ ആലമു വിവരിക്കണം. ഇങ്ങനെ അള്ളാഹുവിന്റെ ആലമിന്റെ എണ്ണത്തിനെ സംബന്ധിച്ച് തന്നെ ആ കിതാബിൽ കാണാൻ വയ്യ അൽഫു ആലമീൻ, 1000 ആലമുണ്ട്. 400 ഫിൽ ബരി വ 600 ഫിൽ ബഹ്രി. ഈ 1000 ആലമിൽ നിന്ന് 600 എണ്ണം സമുദ്രത്തിലും 400 എണ്ണം കരയിലുമാണ് എന്നാണ് മാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബിഹ് എന്നവര് പറഞ്ഞത്. 18 അൽഫ ആലമിൻ, 18,000 ആലം ഉണ്ട് അല്ലാഹുവിന്. അദ്ദുനിയ വമാ ഫിഹാ ആലമുൻ വാഹിദ് മിൻഹ, അതിൽ നിന്നുള്ള ഒരു ആലമാണ് ദുനിയാവും അതിലുള്ള മുഴുവനും എന്നാണ് മാനപ്പെട്ട അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു 40 അൽഫ ആലമിൻ, 40,000 ആലമുണ്ട് അല്ലാഹുവിന്. അദ്ദുനിയ വമാ ഫിഹാ ആലമുൻ വാഹിദുൻ, ദുനിയാവും അതിലുള്ളതൊക്കെയും ഒരു ആലമാണ്. അപ്പൊ ഇതിനൊക്കെ സംബന്ധിച്ച് വിവരിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്തില്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ മാന ബിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അർത്ഥം വിവരിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാകും. അതാണ് 80 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ളത് എഴുതി തയ്യാറാക്കാൻ എനിക്ക് സാധിക്കും എന്ന് മാനപ്പെട്ട സയ്യിദ് മുഹമ്മദുൽ ഉമരി എന്നവരെ ബഹ്റുൽ അൻവാർ അവരുടെ കിതാബിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലം അള്ളാഹ് എന്നതാണ് എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ദിക്ർ ഇസ്മുൽ അഅ്ലം ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശ്ശർറു ബിമശിഅത്തില്ലാഹ്. 3 പ്രാവശ്യമാണ് അതിൽ അള്ളാഹ് എന്ന പദം വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അനേകം മഹത്വങ്ങൾ ചില ആരിഫ്യങ്ങളായ ആളുകൾ പറഞ്ഞതായി കിതാബിൽ കാണാം. ബിസ്മില്ലാഹി എന്ന പദം കൊണ്ടാണ് സലിമത്ത് സഫീനത്തു നൂഹ്, നൂഹ് നബിയുടെ കപ്പൽ രക്ഷപ്പെട്ടു. ബിസ്മില്ല കൊണ്ടാണ്. ബിസ്മില്ലാഹി, ബിസ്മില്ലയിൽ അടങ്ങിയിട്ടുള്ള സിറ് കൊണ്ടായിരുന്നു കാന മജ്റഹ വ മുർസാഹ, ആ കപ്പലിന്റെ അതിന്റെ സഞ്ചാരവും അതിന്റെ നൃത്തവും. ബിസ്മില്ലാഹി തസ്ലമുൻ നഫ്സു വറൂഹു, റൂഹും നഫ്സും രക്ഷപ്പെടുന്നത് ബിസ്മില്ല കൊണ്ടാണ്. ബിസ്മില്ലാഹി സലിമത്തി സഫീനത്തു മിനത് തൂഫാൻ, തൂഫാനിൽ നിന്ന് കപ്പൽ രക്ഷപ്പെട്ടത് ബിസ്മില്ല കൊണ്ടാണ്. ബിസ്മില്ലാഹി അസ്ലമുൽ മുഅ്മിനു മിനൻ നീറാൻ, ബിസ്മില്ല കൊണ്ടാണ് മുഅ്മിനായ മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ബിസ്മില്ല എന്ന് പറയുന്ന ദിക്റിന് വലിയ മഹത്വം ഉണ്ട് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്നവര് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ഇസ്മല്ലാഹ് വഹുവ അജ്ദം. ബിസ്മില്ല കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യവും അത് അജ്ദമാണ് എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്തതാണ്. വേറെ ഹദീസിൽ കാണാം, അൽഹംദുലില്ല കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യവും ബിസ്മില്ലക്കും ഉള്ള അതേ മഹത്വം അൽഹംദുലില്ലക്കുമുണ്ട്. ബിസ്മില്ലാ വൽഹംദുലില്ലാ, അത് രണ്ടിനും ഉണ്ട്. അപ്പോ എന്തൊക്കെ കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ ആ നടക്കുന്ന ഖൈറും ശർറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മശിയത്ത് കൊണ്ടാണ്, തീരുമാനം കൊണ്ടാണ് എന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിൽ ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അത് വലിയ ഒരു മഹത്വമുള്ള ദിക്റാണ്. അബൂ നുഐം എന്നവർ ഹില്യത്ത് എന്ന കിതാബിൽ
ലഹാക്ക് എന്നവരിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായി കാണാം. മൻ ഖാല ബിസ്മില്ലാ, ആരെങ്കിലും ബിസ്മില്ല പറഞ്ഞാൽ ഫഖദ് ദക്കറല്ലാഹ്, അവൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയവനായി. ഒമൻ ഖാല അൽഹംദുലില്ലാഹ്, ആരെങ്കിലും അൽഹംദുലില്ലാ പറഞ്ഞാൽ ഫഖദ് ശക്കറല്ലാഹ്, അവൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്തവനായി. ഒമൻ ഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അള്ളമല്ലാഹ്, അവൻ അല്ലാഹുവിനെ ആദരിച്ചവനായി, ബഹുമാനിച്ചവനായി. ഒമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫഖദ് വഹദല്ലാഹ്, അവൻ അല്ലാഹുവിനെ ഏകനാക്കിയവനായി. ഒമൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ ഫഖദ് അസ്ലമ വസ്തസ്ലമ, അവൻ അനുസരണമുള്ളവനും അല്ലാഹുവിന് കീഴ്പ്പെട്ടവനുമായി എന്നാണ്. അപ്പൊ ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാഹ് എന്നത് വളരെയധികം പുണ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ മഹത്വമുള്ള ദിക്റാണ്. ആ ദിക്റിനെ സംബന്ധിച്ച് കൂടുതൽ ഇനി വിവരിക്കുന്നില്ല. വലിയ പുണ്യമുള്ള ദിക്റുകളാണ് അദ്ദാദിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ദിക്റും. അതുകൊണ്ട് ഇത് നാം പതിവാക്കണം എന്ന് ഉണർത്തുകയാണ്. ഇതിന്റെ 10ാമത്തെ ദിക്റിന്റെ മഹത്വം ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ അടുത്തു തന്നെ വരുന്നതാണ്. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.